പ്രത്യേകിച്ച് കിഴക്കൻ ഏറനാട്ടിൽ കഴിയുന്ന ഒരു മാപ്പിള പെണ്ണ് അവളുടെ ഭർത്താവിന് എന്ന് പറഞ്ഞാൽ വിദേശത്ത് കഴിയുന്ന അവളുടെ ഭർത്താവിന് അവളുടെ വികാരങ്ങളെയും വിചാരങ്ങളെയും ഒക്കെ കത്തിൽ എഴുതി അവൾ അവതരിപ്പിക്കുന്നു. അത് ഒന്നുകൂടി പറയുകയാണെങ്കിൽ അവളുടെ സ്വന്തം വികാരങ്ങളെയും ആഗ്രഹങ്ങളെയും മുഗ്ധമോഹന സങ്കല്പങ്ങളെയും മാംസനിബദ്ധമായ വികാരങ്ങളെയും എല്ലാം കത്തിൽ ഉൾപ്പെടുത്തി അവൾ അവളുടെ ഭർത്താവിന് അയക്കുന്നു. അങ്ങനെയാണ് ഈ കത്ത് ജനിക്കുന്നത്. ഈ കത്ത് 977 ആദ്യമായി അബുദാബി മലയാളി സമാജത്തിലാണെന്ന് തോന്നുന്നു അത് അവതരിപ്പിക്കുന്നത്. ഏതാവട്ടെ, ആ കത്തുപാട്ട് അവതരിച്ച ഉടനെ തന്നെ, ആ കത്തുപാട്ട് പുറത്തു വന്ന ഉടനെ തന്നെ വാസ്തവത്തിൽ ഗൾഫിലെ എല്ലാ നാടുകളിലും, മിക്ക ഗൾഫ് നാടുകളിലും, പോരാത്തതിന് നമ്മുടെ നാട്ടിലും ഒരു കോളിളക്കം തന്നെ ഉണ്ടാക്കി എന്ന് വേണമെങ്കിൽ ഞാൻ പറയാം. അങ്ങനെ പറയുമ്പോൾ അതൊരു അതിശോക്തിയാണെന്ന് ധരിക്കരുത്. വാസ്തവത്തിൽ അതിന് മാത്രമുള്ള ഒരു പേരും പ്രശസ്തിയും പ്രചാരവും ആ കത്തുപാട്ടിന് അവിടുന്ന് കിട്ടുകയുണ്ടായി. അതിനെ തുടർന്ന് പലരും ആ കത്തുപാട്ടിന്റെ എന്താ പറയുക, അതിന്റെ ഒരു മാറ്റൊലി എന്നോണം, അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രതികരണം എന്നോണം പലരും ഈ സ്വന്തം നാട്ടിലേക്ക് വരെ തിരിച്ചു വരാൻ എന്താ പറയുക വന്നു, അങ്ങനെ തിരിച്ചു വരികയുണ്ടായി എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു പാട്ടിന്റെ പേരിൽ ആദ്യമായിട്ടായിരിക്കും ഒരു പക്ഷേ ഒരു 25ാം വാർഷികം ആ കത്തുപാട്ടിന്റെ പേരിൽ ഇവിടെ ആചരിക്കുകയുണ്ടായി. ഏതായാലും ആ കത്തുപാട്ട് എങ്ങനെയാണ് തുടങ്ങുന്നത് എന്നുള്ളതിനെ കുറിച്ച് വേണമെങ്കിൽ 2 വരികൾ ഞാൻ പാടി അവതരിപ്പിക്കാൻ ശ്രമിക്കാം. അത് തുടങ്ങുന്നത് എങ്ങനെയാണ്? യഥാർത്ഥത്തിൽ ഒരു പെണ്ണ് അവളുടെ സ്വന്തം ഭർത്താവിന് എങ്ങനെ എഴുതുമോ, ഒരു പ്രത്യേകിച്ചും ഒരു മാപ്പിള പെണ്ണ് അവളുടെ ഭർത്താവിന് കത്ത് എങ്ങനെ എഴുതുമോ അതേ രീതിയിലാണ് എഴുതുന്നത്. എന്ന് പറഞ്ഞാൽ, എത്രയും ബഹുമാനപ്പെട്ട എൻ്റെ പ്രിയ ഭർത്താവ് വായിക്കുവാൻ എന്നാണ് അതിൻ്റെ തുടക്കം. അത് അതേ ആശയം തന്നെ ഗാനരൂപത്തിൽ അവതരിപ്പിക്കാനെന്ന് മാത്രമേ ഉള്ളൂ. അതായത് ഏകദേശം ഇങ്ങനെ: എത്രയും ബഹുമാനപ്പെട്ട എൻ്റെ പ്രിയ ഭർത്താവ് വായിക്കുവാൻ സ്വന്തം ഭാര്യ എഴുതുന്നതെന്തെന്നാൽ ഏറെ തിരിശത്തിൽ ചൊല്ലിടുന്നു വത്സല. എത്രയും ബഹുമാനപ്പെട്ട എൻ്റെ പ്രിയ ഭർത്താവ് വായിക്കുവാൻ സ്വന്തം ഭാര്യ എഴുതുന്നതെന്തെന്നാൽ ഏറെ തിരിശത്തിൽ ചൊല്ലിടുന്നു വത്സല. ഞങ്ങൾക്കെല്ലാം സുഖ
17ന്റെ സുന്ദര പൂക്കോഴിഞ്ഞ് താരുണ്യത്തിൽ കടഞ്ഞെടുത്തൊരു ചെറുകുടിലിഞ്ഞ കാഴ്ച കണ്ടം മാത്രമായി ചുഴിഞ്ഞിട്ട നേർച്ച കോഴി പോലെയാ വിളയും മരുമണൽ കാട്ടില് പകലെ അബുദാബികൾ പിന്നിന്റെ നാട്ടില് അധ്വാനിക്കും നിങ്ങൾ സൂര്യന്റെ ചോട്ടില് അനുഭവിക്കാൻ ഞാനും കുട്ടിയുമീ വീട്ടില് ഞാനൊന്നു ചോദിക്കുന്നു ഈ കോലത്തിൽ എന്തിനു സമ്പാദിക്കുന്നു ഒന്നുമില്ലെങ്കിലും തമ്മിൽ കണ്ടുകൊണ്ട് നമ്മൾ രണ്ടും ഒരു പാത്രത്തിൽ ഉണ്ണാമല്ലോ ഒരു പാഴിരിച്ചൊന്നിച്ചുറങ്ങാമല്ലോ പത്തു വയസ്സുടൻ കണ്ണു നീർ വാർക്കണ്ട കഴിഞ്ഞു പോയ വീതി ഒന്നു ഓർക്കണ്ട കൽവിൽ കഥനപ്പൂമാലങ്ങൾ കോർക്കണ്ട കഴിവുള്ള കാലം കളഞ്ഞു നീ തീർക്കണ്ട യാത്ര തിരിക്കുമല്ലോ എനിക്കാമുഖം കണ്ട് മരിക്കാമല്ലോ നിങ്ങൾക്കായി തട്ടിമുട്ടിപ്പട്ടിലിട്ട് പട്ടുവിരിച്ചറയുന്നൊരു കീടത്തെ തൽക്കാലം ഞാൻ